നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം. അങ്ങനെ രക്ഷകന്റെ തിരുപ്പിറവി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് ക്രിസ്തുമസ് എത്തിയിരിക്കുകയാണ്. എല്ലാവരും ക്രിസ്മസ് രാവൊക്കെ തന്നെ ആഘോഷമാക്കി പുലരിയാണ്. ഇന്ന് ഡിസംബറിന്റെ തണുപ്പും പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണിയേശുവിൻ്റെ ആഘോഷവും ഒക്കെ ആയിട്ട് രാജ്യത്തെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. ചില ഇടങ്ങളിൽ ക്രിസ്മസ് ആഘോഷമില്ല എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുമുണ്ട്. എന്തായാലും വളരെ നല്ലൊരു വാർത്തയിൽ തുടങ്ങാമെന്ന് കരുതിയെങ്കിൽ നമുക്ക് അങ്ങനെ തുടങ്ങാൻ പറ്റുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഒരു വാർത്ത വന്നു. അതിൻ്റെ തുടർച്ചയായി തന്നെ നമുക്ക് അതിൻ്റെ അപ്ഡേഷനുകൾ എടുത്തു പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. നമുക്ക് വാർത്തയിൽ കിടക്കാം. വാർത്ത ഇതാണ്: ആട് 3 ചിത്രത്തിന്റെ സംഘടന രംഗത്തിന്റെ ഷൂട്ടിങ്ങിനിടെ പരിക്കേറ്റ നടൻ വിനായകൻ ആശുപത്രി വിട്ടു. തിരുച്ചെന്തൂരിലെ ഷൂട്ടിങ്ങിനിടെ പരിക്കേറ്റ വിനായകൻ കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. ബുധനാഴ്ച വൈകിട്ടാണ് താരം ആശുപത്രി വിട്ടത്. കഴുത്തിന്റെ നരമ്പിന് മുറിവേറ്റു. 2 ദിവസം മുമ്പ് അറിഞ്ഞു, ഇല്ലെങ്കിൽ ചലനശേഷി നഷ്ടപ്പെട്ടേനെ. ആശുപത്രി വിട്ട നടൻ മാധ്യമങ്ങളോട് പ്രതികരിച്ച വാക്കുകളാണിത്. ആ വാക്കുകൾ ഒന്ന് കേൾക്കാം. സെപ്പറേറ്റായി, വെയിൻ കട്ടായി, 2 ദിവസം അറിഞ്ഞു, ഇല്ലെങ്കിൽ പാരലൈസ്ഡ് ആയിരുന്നു. പരിക്കേറ്റ താരം ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. MRI പരിശോധനയിൽ പേശികൾക്ക് സാരമായ ക്ഷതമുണ്ടെന്നും നരമ്പിന് മുറിവേറ്റുവെന്നും കണ്ടെത്തുകയായിരുന്നു. 2015 മിഥുൻ മാനുവൽ തോമസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ആടിന്റെ 3ാം ഭാഗമാണ് ആട് 3. അടുത്ത വർഷം മാർച്ച് 19 ഈദ് റിലീസായി ചിത്രം എത്തുമെന്നാണ് പ്രഖ്യാപനം. കാവ്യ ഫിലിം കമ്പനിയുടെ ബാനറിൽ വേണു കുന്നപ്പിള്ളിയും ഫ്രൈഡേ ഫിലിംസ് ഹൗസിന്റെ ബാനറിൽ വിജയ് ബാബുവും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. എന്തായാലും ആട് 3 എന്ന ചിത്രം വരട്ടെ, നമുക്ക് കാണാമല്ലോ എങ്ങനെയാണ് അതിൻ്റെയൊക്കെ അഭിനയം, എങ്ങനെയാണ് ആ സിനിമ എന്നൊക്കെ നമുക്ക് കാണാമല്ലോ. കാരണം ആട് 1ഉം 2ഉം ഒക്കെ തന്നെ വൻ വിജയമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് നമുക്ക് വിനായകന്റെ പ്രതികരണത്തിലേക്ക് വരാം. വിനായകൻ പ്രതികരിച്ചു, അത് വാർത്തയാവുകയും ഒക്കെ ചെയ്തു. എന്നിട്ട് കഴിഞ്ഞ ദിവസം ഈ ഒരു വാർത്ത വന്നതിന് പിന്നാലെ തന്നെ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമാണ് വിനായകൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ചിലരെ നോക്കുമ്പോൾ വിനായകൻ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ചു വരട്ടെ എന്ന് പറയുന്നവരുമുണ്ട്. എന്നാൽ ചിലർ കണക്ക് കൃത്യമായി തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എടുത്തു പറയേണ്ട ആദ്യം തന്നെ വന്ന ആ വാർത്ത ഇങ്ങനെയാണ്: ഉമ്മൻചാണ്ടി സാറിനെ പറഞ്ഞ പോലെ പച്ച മലയാളത്തിൽ ചത്തുപോയേനെ എന്ന് പറയടാ എന്നാണ് ആദ്യത്തെ കമന്റ്. വിനായകന്റെ അച്ഛൻ മരിച്ചപ്പോ ചത്തുപോയി എന്നാണ് ആളുകൾ പറഞ്ഞത്. അതിൽ ചില ഉമ്മൻചാണ്ടി സപ്പോർട്ടർമാർ ഉണ്ടാകും. അതുകൊണ്ടുള്ള വിഷമം കാരണമാകാം പുള്ളി ഉമ്മൻചാണ്ടി ചത്തു എന്ന് പറഞ്ഞത്. പുണ്യാളമൊന്നും അല്ലല്ലോ, ഒരു മനുഷ്യനല്ലേ. ആഹാ, എന്ത് നല്ല ന്യായം. അങ്ങനെയൊക്കെ പറഞ്ഞ് അതായത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ അടി നടക്കുകയാണെന്നാണ്. സത്യത്തിൽ ഞാനത് മനസ്സിൽ കരുതിയതാണ്. ആദ്യമേ കണ്ടപ്പോൾ തന്നെ അവനവൻ്റെ നാക്കുപിഴ അവനവനെ തന്നെ അപകടത്തിലെത്തും എന്നതിന് ഉദാഹരണമാണ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും വിനായകനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഉയരും കൂടുന്തോറും വീഴ്ചയുടെ ആഘാതവും കൂടും. അവൻ്റെ അഹങ്കാരത്തിന് ദൈവം കൊടുത്ത ശിക്ഷ. ഉമ്മൻചാണ്ടി സാറിന്റെ വിലാപയാത്ര പോയപ്പോൾ ഇവൻ പറഞ്ഞത് ആരും മറന്നിട്ടില്ല, അഹങ്കാരി, ഇനി മറക്കുകയുമില്ല എന്ന് പറയുന്നുണ്ട്. മനുഷ്യൻ ഇത്രയേ ഉള്ളൂ, നല്ലത് മാത്രം പറഞ്ഞ് ജീവിക്കുക. മനുഷ്യൻ ആരുമല്ല. മുൻകാല പ്രവൃത്തി ഒക്കെ ഒന്ന് ഓർത്തു നോക്കിയാൽ നന്ന്. കഞ്ചാവായതുകൊണ്ട് വേദന അറിഞ്ഞു കാണില്ലല്ലോ സാറേ എന്ന് പറയുന്നവരുമുണ്ട്. നന്നായി, ഉമ്മൻചാണ്ടി സാറിനെ പറഞ്ഞതൊന്നും ആരും മറന്നിട്ടില്ല, ഓരോന്നായി അനുഭവിച്ചോളും. കർമ്മ എന്നൊരു സംഭവമുണ്ട്, അത് സത്യമാണെന്ന് വീണ്ടും വീണ്ടും തിരിച്ചറിയുന്നു. ഇനി നീ മനസ്സിലാക്കണം, ഒരു ജീവി ഇത്രയേ ഉള്ളൂ, ഏത് കോണത്തിലാണെങ്കിലും അഹങ്കരിക്കരുത് എന്നുള്ള ഒരു കാര്യം വരുന്നുണ്ട്. ഈ സമയത്ത് ചോദിക്കാൻ പാടുണ്ടോ എന്നറിയില്ല, മുകളിൽ ആരെ നോക്കിയാണ് കൈകൂപ്പിയത്? അദ്ദേഹം മുകളിൽ നോക്കി കൈകൂപ്പുന്നുണ്ട്, ദൈവത്തിനോടെന്നാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം കൈകൂപ്പുന്നത്. സാധാരണ മനുഷ്യർക്ക് പറ്റിയാൽ സങ്കടമാണ്, ഇപ്പോൾ വളരെ സന്തോഷം തോന്നുന്നു എന്ന് പറഞ്ഞ് നിരവധി പേര് വരുന്നുണ്ട്. ഒരുപാട് അതായത് അതെന്താ, നല്ലവർക്ക് മറ്റേത് കൂടുതലാണോ, നീ നല്ലവനാണോ എന്ന് ആദ്യം കൂട്ടുകാരോടും പിന്നെ നാട്ടുകാരോടും ചോദിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് മനസ്സിലായില്ലേ, അദ്ദേഹത്തിന് ഒരു അപകടം പറ്റി, വിനായകൻ എന്ന നടനൊരു അപകടം പറ്റി. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് പറയുകയാണ്. പക്ഷെ അപ്പോഴാണ് ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പറയുന്നത്. എന്തായാലും അന്ന് ഉമ്മൻചാണ്ടിയെ കുറിച്ച് വിനായകൻ പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം. ആരാണ് ഈ ഉമ്മൻചാണ്ടി? എന്തിനോടോ 3 ദിവസമൊക്കെ കബൂറാകൽ നിർത്തിയിട്ട് പത്രക്കാരോട് പറയണേ, ഉമ്മൻചാണ്ടി ചത്തുകാരൻ, ഞങ്ങൾ എന്ത് ചെയ്യണം? എന്റെ അച്ഛനെ ചത്ത്, നിങ്ങളുടെ അച്ഛനും ചത്തുകാരൻ, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പ്ലീസ് നിർത്തിയിട്ട് പത്രക്കാര്. ഉമ്മൻചാണ്ടി ചത്തുപോയാലും ഞങ്ങൾ എന്ത് ചെയ്യണം? നല്ലവനാന്ന് നിങ്ങൾ ഞാൻ വിചാരിക്കില്ല. കർണാകരന്റെ കാര്യം നോക്കിയാൽ നമുക്കറിയില്ലേ ഇയാളൊക്കെ ആരൊക്കെ എന്ന്. അപ്പൊ നിർത്ത്, ഉമ്മൻചാണ്ടി ചത്തുപോയി, അത്രേ ഉള്ളൂ.
ഇതിനുശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയ ഒരുപാട് പേര് ആക്രമിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം ക്ഷമ പറഞ്ഞ രംഗത്തെത്തിയിരുന്നു. എന്നാൽ പിന്നീട് ഇതുവരെയും അദ്ദേഹത്തിന്റെ ക്ഷമയോ ഒന്നും തന്നെ ആരും കേട്ടിട്ടേയില്ല. മാത്രമല്ല അതിനുശേഷം നിരവധി ഇടങ്ങളിൽ പബ്ലിക്കായി ചീത്ത വിളിക്കുകയും തെറി പറയുകയും മദ്യപിച്ച് വഴക്കുണ്ടാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ എയർപോർട്ടിലായിക്കോട്ടെ അങ്ങനെ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ അഭിനയത്തെക്കുറിച്ച് എല്ലാവർക്കും നല്ലത് മാത്രമേ പറയാനുള്ളൂ എന്ന് പറയാം. ഇടയ്ക്ക് മമ്മൂട്ടിയും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ മാറ്റിവെച്ചാൽ, അതായത് ഇത്തരം സ്വഭാവങ്ങൾ മാറ്റിവെച്ചാൽ അദ്ദേഹം നല്ലൊരു നടനാണ് എന്നുള്ളതാണ്. അതിന് രൂക്ഷ വിമർശനം മമ്മൂട്ടിയും കേട്ടിരുന്നു. കാരണം വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റിവെക്കാമെങ്കിൽ രാഹുൽ മാങ്കൂട്ടൻ നമുക്ക് അങ്ങനെ കണക്കാക്കാമല്ലോ, അദ്ദേഹത്തിന് വ്യക്തിപരമായാണല്ലോ ഈ പീഡന കേസൊക്കെ തന്നെ ആരോപണമുള്ളത്, എന്നാൽ പിന്നെ അദ്ദേഹത്തെ നമുക്ക് രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ലല്ലോ, അങ്ങനെയൊക്കെ ചോദിച്ച് നിരവധി കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 500ഓളം കമന്റുകൾ ഉണ്ടെങ്കിൽ അതിൽ 400ഉം ഈ നമ്മുടെ വിനായകനെതിരെയുള്ള കമന്റുകളാണ്. മനുഷ്യനൊരു നിശ്വാസം മാത്രം, അകത്തേക്ക് എടുത്ത ശ്വാസം പുറത്തേക്ക് വിടാൻ അടുത്ത നിമിഷം ഉണ്ടാവില്ലെന്ന് പത്രാസ് കാണിക്കുന്ന എല്ലാവരും ഒന്ന് ഓർത്താൻ നന്ന്. ഒരൊറ്റ കമന്റ് പോലും അനുകൂലമായിട്ടില്ലല്ലോ, തുടിച്ചപ്പോൾ ഇച്ചിരി കുറച്ച് തുടിക്കണമായിരുന്നു എന്ന് പറയുന്നവരുമുണ്ട്. മുതുകത്ത് ഈ കൊതുകെത്തിയതുപോലെ എന്ത് വാർത്തയാണിത് എന്ന് ചോദിച്ച് അതായത് തലയും വാലും ഇല്ലാത്തൊരു വാർത്തയായിരുന്നു മനോരമ കൊടുത്തിരുന്നത്. അതുകൊണ്ട് അതിനെ രൂക്ഷമായി വിമർശിക്കുന്നവരുമുണ്ട്. ശാന്തിയും സമാധാനവും നിറഞ്ഞ മനുഷ്യകാരുണ്യത്തിന്റെ ജീവിതത്തിലേക്ക്, സ്നേഹത്തിലേക്ക് ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരട്ടെ. പുതുയുഗത്തിൽ ഒരു പുതിയ മനുഷ്യനായി പ്രാർത്ഥനകൾ തിരിച്ചു വരൂ എന്നതിനാണ് ചിലരും പറയുന്നത്. കുറച്ച് സമാധാനം കുറച്ചുനാൾ കിട്ടും, അഹങ്കാരം കുറയാൻ ദൈവം കൊടുത്തത്. വിനായകൻ ചേട്ടാ, നിങ്ങൾക്ക് കണ്ണീർ കിട്ടിയതാ, നിങ്ങളുടെ അഭിനയ മികവ് ഉയർച്ച ഇത് കണ്ട് സഹിക്കാത്തവരുടെ കടും കണ്ണാണ് ഇത് എന്ന് പറയുന്നുണ്ട്. എല്ലാം ശരിയാകട്ടെ, പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നു. വേഗം സുഖമാവട്ടെ. ഇവനെ ഓപ്പറേഷൻ ചെയ്യാൻ മയക്ക് ഡോക്ടറിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. പേടിക്കേണ്ട, വേഗം സുഖപ്പെടും. ഒരു അഹങ്കാരിയും ആരും നശിപ്പിക്കേണ്ട, അവൻ സ്വയം നശിച്ചോളും എന്ന് ശ്രീബുദ്ധൻ പറഞ്ഞ വാക്കുകൾ വീണ്ടും എടുത്തു പറയുന്നു. താഴെ വീണവനെ ചവിട്ടി താഴ്ത്തുക എന്നത് മര്യാദയ്ക്ക് ചേർന്ന പ്രവൃത്തിയല്ല. വിനായകന്റെ രോഗാവസ്ഥ എത്രയും പെട്ടെന്ന് മാറട്ടെ. ഈ അവസരത്തിലെങ്കിലും കഴിഞ്ഞ കാലത്ത് ചെയ്തത് പറഞ്ഞതും ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. ദൈവവിശ്വാസമില്ലാത്തയാൾ ആയിരുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ദൈവവിശ്വാസം വന്നെന്ന് തോന്നുന്നു. ഒരാളുടെ വീഴ്ചയിൽ ആരും സന്തോഷിക്കരുത്. തെറ്റുകൾ ആർക്കും വരാം. നന്മ കൊണ്ട് തെറ്റിനെ തിരുത്തി കൊടുക്കുക. അതിന് പറ്റാത്തവർ മൗനം പാലിക്കുക. ഒരാളുടെയും സങ്കടത്തിൽ സന്തോഷിക്കരുത്. കാരണം നമ്മുടെ ഭാവിയും എങ്ങനെയാകുമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഹീറോയിനെ ആയിരിക്കും അടിക്കുന്നത്, അതായിരിക്കും കട്ടാകുന്നവരെ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നവരുമുണ്ട്. എടോ വിനയ, ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം എന്ന് ഓർമ്മപ്പെടുത്തുന്നവരുണ്ട്. എന്തായാലും വിനായകനൊക്കെ ദൈവത്തിനോട് നന്ദി പറയുന്നു എന്നാൽ കൊള്ളാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. നാട്ടുകാരുടെ പ്രാർത്ഥനയുണ്ടാകും. മയക്കുമരുന്ന് അടിച്ചു പറ്റിയതാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഒരാൾക്ക് അപകടം പറ്റിയ വീഡിയോയ്ക്ക് നെഗറ്റീവ് കമന്റ് ഇടുന്ന നന്മകളുടെ പ്രതീകമേ, നിങ്ങളൊന്ന് വായടക്കേ എന്ന് പറയുന്നവരുണ്ട്. ചേട്ടാ, ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം, അഹങ്കാരം കളഞ്ഞ് ജീവിക്കുക. കാലത്തിന്റെ കാവ്യനീതി കർമ്മ ഇനിയെങ്കിലും നന്നാവാനുള്ള സൂചന പുറത്തു കൊണ്ടുവരൂ എന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ ഇവിടെ ഒരാൾ ഇത്തരത്തിൽ താൻ വളരെ വേഗം എത്തിയില്ലായിരുന്നുവെങ്കിൽ തൻ്റെ ജീവൻ നഷ്ടപ്പെടുമായിരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ താഴെ ഇത്തരം കമൻറ്റുകൾ വരുന്നത് അത്ര നല്ലതല്ല എന്ന് തന്നെയാണ് അഭിപ്രായം. പക്ഷേ എപ്പോഴും ഒന്ന് ഓർക്കുക, ഇപ്പോൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ അങ്ങനെയാണ്. നമ്മൾ എന്ത് അഭിപ്രായം പറഞ്ഞാലും ആ അഭിപ്രായം അവർക്ക് ഓർമ്മയുണ്ടാകും. പിന്നീട് കാലങ്ങൾ നമുക്ക് മറ്റ് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അന്ന് നീ അങ്ങനെ പറഞ്ഞതുകൊണ്ടല്ലേ നിനക്കിത് കിട്ടിയത്, കർമ്മയാണ്, അത് കർമ്മഫലമാണ് എന്ന് വന്ന് കമൻറ്റ് ഇടാനും നിരവധി ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് വാക്ക് പറഞ്ഞാലും എന്ത് ചെയ്താലും നമ്മൾ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദി എന്ന് കൂടി ചിന്തിക്കുക. വിനായകൻ അന്ന് പറഞ്ഞതാണ് ഇന്നും ആളുകളുടെ മനസ്സിലിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് വന്ന നല്ല നല്ല കഥാപാത്രങ്ങൾ, അദ്ദേഹം ചെയ്ത നല്ല പ്രവർത്തികൾ ഒന്നും തന്നെ ആരും ഓർക്കില്ല. അദ്ദേഹത്തിൻ്റെ അന്ന് ചെയ്ത അദ്ദേഹം ഉമ്മൻചാണ്ടി എന്ന ആ മനുഷ്യനോട് കാണിച്ച, ഉമ്മൻചാണ്ടിയുടെ ആ വിലാപയാത്രയോട് കാണിച്ച അന്ന് അദ്ദേഹം ഉപയോഗിച്ച ചില വാക്കുകളൊക്കെയാണ് ഇന്നും നാട്ടുകാരുടെ മനസ്സിൽ കിടക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോഴും പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും വേഗം സുഖം പ്രാപിക്കട്ടെ, സിനിമകളിലേക്ക് തിരിച്ചു വരട്ടെ.